എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മി രതീഷ്. ഇന്ന് നമ്മൾ മലയാളികൾക്ക് പരിചിതമായ ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമായ ബട്ടർ ചിക്കനാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ? നമ്മുടെ ബട്ടർ ചിക്കൻ ആവശ്യമായി 1 കിലോ ചിക്കൻ ബോണോട് കൂടി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറിയ നാരങ്ങാ നീര്, ആവശ്യത്തിന് ഉപ്പും, 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയും, 3 ടേബിൾ സ്പൂൺ തൈരും, 2 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് നന്നായി പുരട്ടി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പാൻ ചൂടാക്കി ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയും ഒരു ചെറിയ കഷ്ണം ബട്ടറും രണ്ട് ഇടത്തരം സവാളയും ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞതും, 1 കിലോ തക്കാളിയുടെ കഷ്ണങ്ങളും, 100 ഗ്രാം കശുവണ്ടിയും, 4 പച്ചമുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. തക്കാളി ഒന്ന് ചെറുതായി വാടിയതിനു ശേഷം അതിലേക്ക് 1/2 മുതൽ 1 ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എണ്ണയോ നെയ്യോ ഉപയോഗിച്ച് ചിക്കൻ കഷ്ണങ്ങൾ പാനിൽ നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളുടെ ഒരു സൈഡായിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഗ്രില്ലായതിനു ശേഷം നമുക്കിതൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു കഷ്ണം കരി ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് ബട്ടർ കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു സ്മോക്കി ഫ്ലേവറാക്കി എടുക്കാം. ഇത് നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി നമുക്ക് അരച്ചെടുത്ത ഗ്രേവി ഒന്ന് അരിച്ചെടുക്കാം. ഗ്രേവി എല്ലാം നന്നായി അരിച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സ്മോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവിയിൽ കിടന്ന കഷ്ണങ്ങളിൽ അരപ്പ് പിടിച്ചതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാലയും 2 ടീസ്പൂൺ കസ്തൂരി മേത്തിയും ഒരു ചെറിയ കഷ്ണം ബട്ടറും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ ആയിട്ടുണ്ട്.
ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബട്ടർ ചിക്കനിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കിത് സെർവ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. കമൻറ്റുകളായി തന്നെ രേഖപ്പെടുത്തുക.